ഞായറാഴ്ച പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയാ എടാ കൂട്ടുകാരാന്നൊക്കെ ചോദിച്ചാൽ കൂടെ പറയാനൊരു കൂട്ടുകാരനൊക്കെ ഉണ്ടായിരുമായിരുന്നു. പക്ഷെ ഇന്ന് സിറ്റുവേഷനൊക്കെ മാറി. ഇന്ന് എല്ലാവരും തന്നെ വിദേശത്താണ്, ആരും തന്നെ ഇവിടെ ഇല്ല. എൻ്റെ നാട്ടിലെ മാത്രം പ്രശ്നമല്ല കേട്ടോ, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സോ ഈ വിദേശത്തേക്ക് പോകുന്ന നമ്മുടെ ഈ യങ്സ്റ്റേഴ്സിന് കുറച്ച് പിക്ചർ കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ചില കാരണങ്ങൾ കൊണ്ടാണല്ലോ നമ്മുടെ യങ്സ്റ്റേഴ്സ് പുറത്തേക്ക് പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ്. അപ്പോൾ ആ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് കണ്ടിടത്തോളം അറിഞ്ഞിടത്തോളം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിദേശത്ത് പോയി സമ്പാദിക്കുന്ന പൈസയ്ക്ക് അവിടെ തന്നെ ഒരു ചിലവുണ്ട്. അത് നാട്ടിലേക്ക് നിങ്ങൾ അയച്ച് ഇവിടെ സമ്പാദിക്കാമെന്നായിരിക്കും ചിലപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാട്ടിലേക്ക് നിങ്ങൾ അയച്ച് ഇവിടെ സമ്പാദിച്ച് ഇവിടെ വലിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നാണ് നിങ്ങളിത് നാട്ടിൽ വന്ന് ആസ്വദിക്കാൻ പോകുന്നത്? നിങ്ങളുടെ വാർദ്ധക്യത്തിലാണോ? എനിക്കിപ്പോൾ 32 വയസ്സായി, എനിക്കിപ്പോഴേ തോളിന് വേദനയൊക്കെ തുടങ്ങി. ഇനി കാലിനും മുട്ടിനും നടുവിനൊക്കെ വേദനയൊക്കെ വന്ന് നേരെ നടക്കാൻ പറ്റാത്ത സമയമാകുമ്പോൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വലിയൊരു കടക്കണിയിൽ നിന്നും മോചനം നേടാമെന്നുള്ള ഒരാഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കും. അടുത്ത നിങ്ങളുടെ യങ്സ്റ്റേഴ്സിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വിദേശത്ത് പോയാൽ കിട്ടുന്ന ഫ്രീഡം. അത് നിങ്ങളുടെ ഭാഗത്താണ് ഞാനും. കാരണം ഇവിടുത്തെ കാരണവന്മാർ 18 വയസ്സ് കഴിഞ്ഞാലും പ്രായപൂർത്തിയായി കഴിഞ്ഞാലും ഇപ്പോഴും മക്കളെ താലോലിച്ച് കൊഞ്ചിച്ച് വളർത്തി ഒരു അമൂൽ ബേബിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തെറ്റ് കാരണവന്മാരുടെ ഭാഗത്തുണ്ട്. അപ്പോൾ നമുക്ക് ചില കാരണവന്മാർ പറയും, നിനക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ നീ പഠിക്കും എന്ന്. ഒന്നുമില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന പരിധി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യരുതെന്ന് തന്നെയാണ്. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ദൂഷ്യം ചെയ്യത്തുള്ളൂ. നടുവിട്ട് പോകും. നടുവിട്ട് പോകാൻ നിങ്ങൾ സപ്പോർട്ടും ചെയ്യും. ഇപ്പോൾ ചില കാരണവന്മാരെ ശ്രദ്ധിക്കും. ചിലപ്പം ഞങ്ങളുടെ ഇവിടെ ഇടുക്കിയിലൊക്കെയുള്ള കുട്ടികളോട് എറണാകുളം വരെ വന്ന് പൊക്കോട്ടിന് ചോദിച്ചാൽ വിടത്തില്ല. അതേ കുട്ടികൾ UK പഠിക്കാനൊക്കെ വിടും. UK സേഫാണോ? അല്ല, UK ഒന്നും സേഫല്ല. ഇവിടുത്തെ റേപ്പ് നടക്കുന്നതും പീഡനം നടക്കുന്നതും ഒക്കെ കമ്പയർ ചെയ്യുമ്പം നമ്മുടെ കേരളത്തിനേക്കാളൊക്കെ ഭയങ്കര അപകടമായ സ്ഥലമാണ് UK എന്ന് പറയുന്നത്. അതുപോലെ പല രാജ്യങ്ങളും ഒരുപാട്. എൻ്റെ അടുത്തൊരു UK വനിത എന്നോട് പറഞ്ഞിട്ടുണ്ട്, 17 പ്രാവശ്യം ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു. 17 പ്രാവശ്യം റേപ്പ് ചെയ്തപ്പോഴും ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരോട് തെളിവ് ഇവിടെ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് തന്നെ പുറത്താക്കിയാണ് ചെയ്തത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തൊട്ടടുത്തിരുന്ന അവളുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവളോട് ചോദിച്ചു, വൈ യു ആർ പെയിൻറ്റിങ് എ ബാഡ് പിക്ചർ ഓൺ അവർ കൺട്രി ഫേസ്. എന്തിനാണ് നമ്മുടെ കൺട്രിയുടെ ഫേസിന് മേളിൽ നീ ഇതൊക്കെ പുറത്തു പോയി പറഞ്ഞ് നാണക്കേടുണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതൊന്നും സേഫല്ല. അതുപോലെ ഒരു ബൈക്ക്, ഈ വീടിൻ്റെ പുറത്ത് ഒരു ബൈക്ക് വെച്ചിട്ട് സമാധാനമായിട്ട് അകത്ത് കയറി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഒരു മൊബൈൽ ഒരു ടേബിളിൽ വെച്ചിട്ട് ഒന്ന് മാറി എന്നാൽ പോയി എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രികളാണിത്. അടിച്ചുമാറ്റലും മോഷണവും അതുപോലെ ദ്രോഹവും ഉപദ്രവവും. എന്തിന് അമേരിക്കയിൽ വെടിവെപ്പുകാരൊക്കെ നിങ്ങൾ ഒരുപാട് വാർത്തകൾ കാണുന്നില്ലേ? അങ്ങനെയുള്ള കൺട്രികളിലേക്കാണ് നിങ്ങൾ ഫ്രീഡം ആഗ്രഹിച്ച് ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം കൂടെ കിട്ടിയാൽ, ഈ പിള്ളേർക്ക് ഇവിടെ ഫ്രീഡം കൂടെ കൊടുത്താൽ, ഇവരൊന്ന് എറണാകുളം വരെ പോയിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരോടെ 2-3 ദിവസം വന്ന് കറങ്ങി നടന്നുകൊണ്ടോ ഒന്നും സംഭവിക്കാനില്ല. എന്താണ് നിങ്ങളുടെ പേടിയെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അത് കാരണവന്മാരുടെ ഭാഗത്ത് തെറ്റാണ്. അപ്പോൾ അതൊക്കെ കാരണവന്മാർ ശ്രദ്ധിക്കുക. ഇപ്പോൾ മൈ ഡിയർ യങ്സ്റ്റേഴ്സ്, എനിക്ക് പറയാനുള്ളത്രേ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പറ്റുന്നത് പോലെ നിങ്ങൾ പരിശ്രമിക്കണം. ഇവിടെ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കണം. നിങ്ങൾ വേൾഡിലേക്ക് വിഷൻ ചെയ്തിട്ട് ആ വേൾഡിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കച്ചവടം നടത്താൻ പറ്റുമെന്ന് നോക്കണം. ആ വേൾഡിലേക്ക് എന്തെങ്കിലും വിൽക്കാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിവിടെ കണ്ടെത്തണം. ജോലി ഓപ്പർച്യൂണിറ്റി ദയവ് ചെയ്ത് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം കേരളം ജോലി ഓപ്പർച്യൂണിറ്റി ഇല്ല. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം എല്ലാവർക്കും കൂടെ ചേർന്ന്. ഞാൻ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് വരുന്ന മെസ്സേജുകളിൽ 90% വിദേശ രാജ്യത്തുള്ളവരാണ്. അവർ പറയുന്നത് നാട്ടിലെന്തെങ്കിലും തുടങ്ങാൻ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, നാട്ടിലെന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ അവരുടെ കൺസേൺ എങ്ങനെ നാട്ടിൽ വരാമെന്നുള്ളതാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എങ്ങനെ നാട്ടിൽ വരാമെന്നാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ യങ്സ്റ്റേഴ്സിനോട് ഞാൻ പറയുന്നതേ ഉള്ളൂ, ഇവിടെ ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ വിദേശത്തേക്ക് പോകാം. ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടെത്തുക. ഞാൻ അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് വന്ന ബിസിനസ്സുകളിലൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട്. നിങ്ങളതൊക്കെ കാണുക. അത് പൈസ ഉണ്ടെങ്കിൽ പൈസയ്ക്ക് മേടിച്ചാണ്. പൈസ ഇല്ലെങ്കിൽ ചോദിച്ചാൽ ഫ്രീ ആയിട്ടാണെങ്കിലും തരും. നിങ്ങളത് മേടിച്ച് കാണുക. പഠിക്കാൻ പറ്റുന്ന എൻ്റെ സൈഡിൽ നിന്നും തരുന്ന ഒരു ഇൻഫർമേഷൻ നിങ്ങളത് കാണുക. എന്നിട്ട് ഫൈനൽ ഓപ്ഷനായിട്ട് മാത്രം വിദേശ രാജ്യത്തേക്ക് പോകാം എന്ന് തീരുമാനിക്കുക. മാക്സിമം ഇവിടെ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കണം. കാരണം വേറെ ഏത് നാട്ടിൽ ചെന്നാലും നമ്മളവിടെ ഒരു അതിഥി മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇത് തന്നെയാണ് നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും സംഭവിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കുക. ഇവിടുത്തെ യങ്സ്റ്റേഴ്സാണെന്ന് മനസ്സിൽ കാണാം. നമ്മുടെ വീടാണ്, നമ്മുടെ തറവാടാണ്. കേരളം എന്ന് പറയുന്നത് നമ്മുടെ സ്വത്താണ്.
കേരളം എത്ര മനോഹരമാണെന്നും കേരളത്തിലെ ആളുകൾ എത്ര സുന്ദരമാണെന്നും നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ മനസ്സിലാവും. നാട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരുത്താൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ടൂർ പോകണം. കുറച്ച് പൈസയൊക്കെ മാറ്റി വെച്ച് പല രാജ്യങ്ങളൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വരണം. ടൂർ പോകാൻ വേണ്ടിയുള്ള സ്വപ്നങ്ങളിലായിരിക്കണം നിങ്ങളുടെ വിദേശ രാജ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പല കോളേജുകളിൽ സംസാരിക്കാൻ ചെല്ലുമ്പോഴും പ്രധാനമായിട്ടും പേരൻസിനോട് പറയുന്നതാണ്, നിങ്ങൾ ഫ്രീഡം കൊടുക്കണം, നിങ്ങളിങ്ങനെ കുട്ടികളെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കരുത്, 18 വയസ്സ് കഴിഞ്ഞിട്ട് അവനൊന്നും ചിലവിന് പൈസ കൊടുക്കരുത്. ഇതൊക്കെയാണ് ഞാൻ എല്ലാ പേരൻസിൻ്റെ അടുത്തും ചെന്നിട്ട് പറയാറുള്ളത്. ഇപ്പം എൻ്റെ വീട്ടിലും എൻ്റെ ചേട്ടന് 2 പിള്ളേരുണ്ട്. ഞാനിപ്പോൾ അവർക്ക് വെറുതെ ഒന്നിനും പൈസ കൊടുക്കാറില്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു പണിയിപ്പിക്കും, വണ്ടി കഴുകിയിടാൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിയിപ്പിച്ചിട്ട് അതിന് ഞാനൊരു പൈസ കൊടുക്കും. അപ്പം പണിയെടുക്കുമ്പോഴാണ് ഈ പൈസ കിട്ടുന്നതെന്നുള്ള ഒരു തോട്ട് അവർക്ക് ഇപ്പോഴും ഉണ്ടായാലാണ് 18 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ പണിയെടുത്ത് പൈസ ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തിൽ ചിന്ത വരുള്ളൂ. അല്ലെങ്കിൽ വെറുതെ കിട്ടുന്ന ഒരു സംഭവമായി അവരുടെ മനസ്സിൽ അതങ്ങനെ കിടക്കും. അതുകൊണ്ട് എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.